ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിः യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസതനൂഭിः വ്യശേമ ദേവഹിതം യദായുः ഭദ്രം नो അഭിവാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ രണ്ടാം കാണ്ഡത്തിലെ 9-ാമത്തെ മന്ത്രം. ഹിരണ്മയേ പരേ കോശേ വിരജം ബ്രഹ്മനിഷ്കലം തച്ഛുഭ്രം ജ്യോതിഷാം ജ്യോതി തദ്യാത് ആത്മവിദോ വിദുഃ. ഹിരണ്മയേ, ഹിരൺമയമായും ജ്യോതിർമയമായും സ്വർണത്തിൻ്റെ തിളക്കത്തോടു കൂടിയതും പരേ പരമായും ഉത്കൃഷ്ടമായുമുള്ള കോശേ കോശത്തിൽ, കോശം പോലെയുള്ള ഹൃദയത്തിൽ, വിരജം വിരജമായും അവിദ്യാദി ദോഷങ്ങളും പുണ്യഭാവങ്ങളാകുന്ന മലവും ഇല്ലാത്ത അഴുക്കും ഇല്ലാത്ത നിഷ്കലം നിഷ്കലമായും നിരവയമായുമുള്ള ബ്രഹ്മം ബ്രഹ്മം വർത്തതേ വർത്തിക്കുന്നു. തത് അത് ആ ബ്രഹ്മം ശുഭ്രം ശുഭ്രം ശുദ്ധവും ശുഭ്രമായതും വെളുവെളുപ്പുള്ളതും ശുദ്ധമായതും ജ്യോതിഷാം ജ്യോതിസ്സുകൾക്കും അഗ്നി മുതലായ തിളങ്ങുന്ന ജ്വലിക്കുന്നവയ്ക്കും ജ്യോതി ജ്യോതിസ്സും അവഭാസകവും ആത്മവിദ ആത്മവിത്തുക്കൾ ആത്മാവിനെ അറിയുന്നവർ യത് യാതൊന്നിനെ വിദു അറിയുന്നുവോ തത് അതുമാകുന്നു. ഇനിയുള്ള 3 മന്ത്രങ്ങളിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതിനെ ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. ബുദ്ധിയുടെ വിജ്ഞാനമാകുന്ന പ്രകാശത്തോടു കൂടി ഇരിക്കുന്നതിനാൽ ജ്യോതിർമയവും ആത്മസ്വരൂപത്തെ കാണുന്നതിനുള്ള സ്ഥാനമായതുകൊണ്ട് വാളുറ പോലെ ഇരിക്കുന്നതും എല്ലാറ്റിനും ഉള്ളിൽ ഇരിക്കുന്നതിനാൽ പരവും ആയ ഹൃദയത്തിലാണ് അവിദ്യ മുതലായ അശേഷദോഷങ്ങളും പുണ്യപാപങ്ങളുമാകുന്ന മലവുമില്ലാത്തതും സർവാത്മകവും സർവമഹത്വമായതുകൊണ്ട് ബ്രഹ്മമെന്ന് പറയുന്നതും നിഷ്കലവും നിരവയവവുമായ പരമാർത്ഥ തത്വം സ്ഥിതി ചെയ്യുന്നത്. വിരജവും നിഷ്കലവുമായതുകൊണ്ട് അത് ശുദ്ധമാകുന്നു. അതാണ് അഗ്നി മുതലായ ജ്യോതിസ്സുകളെയും അവഭാസിപ്പിക്കുന്നത്, തിളക്കമുണ്ടാക്കുന്നത്. അതിനെ മറ്റൊരു ജ്യോതിസ് അവഭാസിപ്പിക്കുന്നില്ല. അതിനാൽ അത് പരമായ ജ്യോതിസ്സാകുന്നു. ശബ്ദം മുതലായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ബുദ്ധിയുടെ ബോധങ്ങൾക്ക് സാക്ഷിയായ ആത്മാവിനെ അറിയുന്ന വിവേകികൾ അതിനെ അറിയുന്നുണ്ട്. അത് പരമായ ജ്യോതിസ്സായതുകൊണ്ട് ആത്മബോധത്തെ അനുസരിക്കുന്ന അവർ മാത്രമല്ലാതെ ബാഹ്യങ്ങളായ വിഷയങ്ങളെ പറ്റിയുള്ള ബോധങ്ങൾ അനുസരിക്കുന്ന മറ്റുള്ളവർ അതിനെ അറിയുന്നുമില്ല എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ ആത്മാവ് ബ്രഹ്മം പരബ്രഹ്മം എന്നുള്ളത് എന്താണെന്നും അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും അത് സ്ഥിതി ചെയ്യുന്നതിനുള്ള കാരണം എന്തെന്നും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെ എങ്ങനെ അത് തിളങ്ങുന്നു, അതിനെ എങ്ങനെ തിളക്കമുണ്ടാകുന്നു, ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനുശേഷം ആർക്കാണ് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി ബോധമുള്ളത്, അവർ ഏറ്റവും അധികം അറിവുള്ള ജ്ഞാനികളായി മാറുന്നു, ആത്മബോധത്തെ അനുസരിക്കുന്നു എന്ന് മാത്രമല്ല, ബാഹ്യവിഷയങ്ങളിൽ തത്പരരായിട്ടുള്ള വ്യക്തികൾക്ക് ആത്മാവിനെ അറിയാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ വിജ്ഞാനമാകുന്ന പ്രകാശം ഉണ്ടായിക്കഴിഞ്ഞാൽ ആത്മസ്വരൂപത്തെ കാണുന്നതിനുള്ള സ്ഥാനം ഏതാണ്, അതെവിടെ ഇരിക്കുന്നു, അത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യം
പറഞ്ഞു ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ഹൃദയത്തിൽ എന്തുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു? അവിടെ അവിദ്യയില്ല, ദോഷങ്ങളില്ല, അവിടെ കളങ്കമില്ല, അവിടെ അഴുക്കുകളില്ല. അപ്പോൾ ഈ ബ്രഹ്മമെന്ന് പറയുന്നത് സർവാത്മകമാണ്, ഏറ്റവും അധികം മഹത്വമുള്ള കാര്യമാണ്. അതിന് അവയവങ്ങളില്ല. അപ്പോൾ അതിനെ നമ്മൾ പരമാർത്ഥ തത്വം എന്ന് പറയുന്നു. അത് ശുദ്ധമാണ്, അത് അഗ്നി പോലെ തിളങ്ങുന്നതാണ്. വേറൊരു തിളക്കം, വേറൊരു കാര്യം അതിനെ തിളക്കേണ്ടതില്ല എന്ന് അർത്ഥം. അതിനെ തേച്ച് തിളക്കേണ്ട ആവശ്യം ഇല്ല. അതെപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ വെളുപ്പ് നമ്മൾ പറയുന്ന ആ ഒരു ശുഭ്രമാകുന്ന ജ്യോതിസാകുന്നു. അപ്പോൾ നമ്മൾ ഓരോരോ ശബ്ദം, വാക്ക് എന്ന് ഈ വിഷയങ്ങളെ ബോധങ്ങൾക്ക് സാക്ഷിയാകുന്ന ആത്മാവിനെ, വിവേകികൾക്ക് അറിയുന്ന ആത്മാവിനെ അത് എങ്ങനെ അറിയുന്നു? ആ അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ആത്മബോധം എന്താണെന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക വിശേഷമായ അറിവുള്ളത് കൊണ്ട് അവർ വളരെയധികം തിളങ്ങും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവർക്ക് ആ ജ്ഞാനം സമ്പാദിച്ച ആത്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി പ്രകാശിക്കുകയും നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാ കാര്യങ്ങളും അത്യധികം തേജസ്സുള്ളതാകുന്നതുകൊണ്ട് അവർക്ക് വിശേഷമായ മഹത്വം ഉണ്ടാകും. എന്നാൽ നമ്മൾ ബാഹ്യ വിഷയങ്ങളിൽ തത്പരരാണ് എന്നുണ്ടെങ്കിൽ, അതിൽ നമുക്ക് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ, അങ്ങനെ അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ആത്മാവിനെ അറിയാൻ കഴിയുകയില്ല, ആത്മജ്ഞാനം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് ഈ മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്.